പൂവാർ വിഴിഞ്ഞം തീരദേശപാതയിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു. എത്രയോ കാലമായി ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ ദുരിതത്തിന് ഒരു മാറ്റവുമില്ല. പൂവാർ വിഴിഞ്ഞം റോഡിൽ കരിങ്കുളത്താണ് ഈ അവസ്ഥ. റോഡിൽ കൂടിയുള്ള കാൽനടയാത്ര ഏറെ ദുഷ്കരം. ദിവസങ്ങളായി കെട്ടിനിൽക്കുന്ന വെള്ളം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ദുർഗന്ധവും. സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ പരിഹാരം കാണാൻ അനങ്ങുന്നില്ല. 2011 കളക്ടർ അയ്യപ്പൻ കെട്ടിയടച്ച ഓട തുറക്കുകയും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയും ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും സ്ഥല ഉടമ ഓട അടച്ചതോടുകൂടിയാണ് സ്ഥിതി വഷളായത്. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് വളരെയധികം പൈസ ചിലവാക്കി ചെയ്ത ഒരു റോഡാണ്. ഇതിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ ഇവിടുന്ന് മഴവെള്ളം ഒലിച്ചു പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ ഒരു കലങ്കെന്നാണ് അപ്പോൾ പറയുന്നത്. ഈ റോഡിൻ്റെ താഴെ കൂടെ ഓട കെട്ടിയിട്ട് ആ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലമൊക്കെ വാങ്ങിക്കുന്നവർ അതിനെയൊക്കെ അടച്ച് കലങ്കൊക്കെ അടച്ചിട്ട് മതിലൊക്കെ കെട്ടി വയ്ക്കുമ്പോൾ ഈ വെള്ളം അങ്ങ് ഒലിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് നേരത്തെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഈ റബ്ബറൈസർ ടാറൊക്കെ ചെയ്തതിന് ശേഷം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ മഴയ്ക്കാണ് വീണ്ടും ഈ വെള്ളക്കെട്ടുണ്ടായത്. ഇത് എപ്പോഴും കിടക്കുന്നതാണ്. ഇത് ഇവിടെ സർക്കാർ എന്താണ് നോക്കി നിൽക്കുന്നത്? ഞങ്ങൾ എത്ര പ്രാവശ്യം പറയണം, അവർക്ക് കണ്ടൂടെ? അതാണ്ട് ഈ സൈഡ് വഴിക്ക് വർഷങ്ങൾക്ക് മുമ്പേ പണ്ടേ മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടച്ചു വെച്ചു. കളക്ടറും ബാച്ചും എല്ലാം കൂടി വന്ന് ഇവിടെ വന്ന് തുറന്നതിന് ശേഷം ഇതുവരായിട്ടും വീണ്ടും ഇപ്പം ഗതികേടായിത്തീരുന്നു. ജനങ്ങൾക്ക് പോകാനൊന്നും പറ്റില്ല. ഇപ്പം കുഴി വീഴുന്ന ഇതുമല്ലേ ഈ വീട്ടുകാർ. ഈ വെള്ളക്കെട്ട് ഗവൺമെന്റിന് തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയുന്നതാണ്. മനഃപൂർവ്വമാണ് ഈ തീരദേശ റോഡിനെ ഇങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായി ഒരു സമരം നടത്തിയാൽ ഇത് ഉണ്ടാകും. ഇതിനു മുമ്പ് 2-3 സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ജനങ്ങൾ കളക്ടർ വന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. നേരത്തെ ഒരിക്കൽ 2 പ്രാവശ്യം കളക്ടർ വന്ന് ശ്രമിച്ചതാണ്. പക്ഷെ ഇതൊക്കെ പത്രത്തിലും കൂടി മാത്രമേ കാണുന്നുള്ളൂ. ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ശ്രദ്ധയില്ലാത്തൊരു ഗവൺമെന്റായി കേരളം അധംപതിച്ചിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിക്കുന്ന ഈ തീരദേശ റോഡ് താറുമാറാകും എന്നതിൽ സംശയമില്ല. പുന്നാവൂരിൽ ഒരു മരം വീടിന് മുകളിൽ പതിച്ചതോടെ ആ വീട്ടിലെ അവസ്ഥ ദയനീയമായി മാറിയിരിക്കുകയാണ്. മരം മുറിച്ചു നീക്കി അർഹമായ നഷ്ടപരിഹാരം നൽകേണ്ടവർ ഒത്തുകളിക്കുന്നതാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. മാറനല്ലൂർ പഞ്ചായത്തിലെ പുന്നാവൂരിലാണ് സംഭവം. അയൽപക്കക്കാരൻ്റെ പറമ്പിൽ നിന്ന കൂറ്റൻ പൊരിയണി മരമാണ് ശക്തമായ കാറ്റിലും മഴയിലും ലളിതാംബികയുടെ വീട്ടിലേക്ക് ചുവടിളകി വീണത്. രാവിലെ 5:30 മരം വീഴുമ്പോൾ ലളിതാംബികയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ഈ കുടുംബം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സ്ഥലം വാർഡ് മെമ്പർ പുന്നാവൂരനിൽ സംഭവ സ്ഥലത്തെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും പ്രകൃതിക്ഷോഭവും ചെറിയ നാശനഷ്ടങ്ങൾ അവിടെ വരുത്തിയെങ്കിലും ഇതിപ്പോൾ ഒരു ഭീമമായ നഷ്ടമാണ് ഈ കുടുംബത്തിനുണ്ടാക്കിയിരിക്കുന്നത്. വളരെ നിർധനമായ ഒരു കുടുംബമാണ്. വളരെ ജീവിക്കാൻ സാമ്പത്തിക സാഹചര്യങ്ങൾ വളരെ മോശമായ ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗം മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. 2 കൊച്ചു പിള്ളേരുണ്ടെങ്കിലും അങ്ങനെ വരുമാന മാർഗം ആർജിക്കത്തക്ക പ്രായം ആയിട്ടില്ല. വളരെ കഷ്ടിച്ചാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ തൊട്ടടുത്ത അയൽവാസിയുടെ പുരയിടത്ത് നിന്ന് ഒരു വലിയ മരം ഈ വീട്ടിൻ്റെ പുറത്തേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ ഇത് രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടി നടന്ന സംഭവമാണ്. ഒരുപക്ഷെ അർദ്ധരാത്രിയോടെ വല്ലതും ആയിരുന്നുവെങ്കിൽ ഇതൊരു അപകട സംവിധാനത്തിലേക്ക് പോയേനെ. അപ്പോൾ ഇത് മറിഞ്ഞു വീഴുകയും അവർ വിവരം അറിയിച്ചതനുസരിച്ച് ഞാൻ പുലർച്ചെ ഇവിടെ എത്തി വില്ലേജ് ഓഫീസറെ ഫോണിൽ ബന്ധപ്പെട്ടു. അടിയന്തരമായി വന്ന് ഇത് മഹസർ തയ്യാറാക്കി അവർക്ക് സംഭവിച്ച നഷ്ടം ഗവൺമെൻറ് ഈടാക്കി നൽകുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ വില്ലേജ് ഓഫീസർ ഇതിൻ്റെ ബന്ധപ്പെട്ട ഫോട്ടോയും അപേക്ഷയും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണിച്ച് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കാമെന്ന് വില്ലേജ് ഓഫീസർ സമ്മതിച്ചിട്ടുണ്ട്. വീണ മരം നിന്ന പറമ്പിൻ്റെ ഉടമയുമായി സംസാരിക്കുമ്പോൾ മരം തൻ്റെ പറമ്പിലുള്ളതല്ല എന്ന് പറഞ്ഞ് തലയൂരി. എന്നാൽ മറിഞ്ഞു വീണ പൊരിയണി മരത്തിന് തൊട്ടടുത്തു നിന്ന മാവ് തൻ്റേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ഹോട്ടൽ തൊഴിലാളിയായ ഇവർക്ക് മരം വെട്ടിമാറ്റണമെങ്കിൽ തന്നെ നല്ലൊരു തുക വേണ്ടിവരും. തുടർന്ന് ഞങ്ങൾ വില്ലേജ് ഓഫീസറെ വിളിക്കുകയും വില്ലേജ് ഓഫീസർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഉടൻ നടപടിയെടുക്കുകയും ചെയ്തു. 25,000 രൂപയോളം ഉണ്ടെങ്കിൽ മാത്രമേ വീട് വാസയോഗ്യമാക്കാൻ സാധിക്കൂ എന്ന് ലളിതാംബികയും പറയുന്നു. രാവിലെ 5:30 മണിക്കാണ് സംഭവം നടന്നത്.
ഞാനും എൻ്റെ പിള്ളേരും ഉറങ്ങിക്കിടക്കായിരുന്നു. എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടതാണ്. വീട് മൊത്തം ഇടിഞ്ഞ് താന്ന് പിന്നെ കക്കൂസും എല്ലാം ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുകയാണ്. ഞാനൊരു ചായക്കട പണിക്കാണ് പോണത്. മക്കൾക്ക് ഇപ്പം മഴയായതുകൊണ്ട് ജോലിയൊന്നുമില്ല. എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഈ വീട് കഴിയുന്നത്. എന്തായാലും സ്വന്തം മരം മുറിഞ്ഞ് അയൽപക്കക്കാരൻ്റെ നെഞ്ചത്ത് വീണാലും സ്വന്തം കാര്യം സിന്താബ എന്ന മഹാന്മാരുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. അമ്പതിലധികം മോഷണക്കേസുകളിലെ പ്രതി അറസ്റ്റിലായി. ഹൈടെക് മോഷണത്തിൽ കുപ്രസ്ഥനായ പ്രതിയാണ് അറസ്റ്റിലായത്. ബൈക്കുകളിലെത്തി മാല മോഷ്ടിക്കുകയായിരുന്നു ഇയാളുടെ രീതി. മോഷണം എതിർക്കുന്നവരെ ചവിട്ടി താഴെയിടുകയും ചെയ്യും. നാട്ടുകാർക്ക് തീരാ തലവേദനയായിരുന്ന ഇയാളെ നെയ്യാറ്റിൻകര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഹൈടെക് മോഷ്ടാവിൻ്റെ കഥകളിലേക്ക്. ബൈക്കിലെത്തി മോഷണം നടത്തുന്ന വിദ്വാൻമാരുടെ കഥകൾ നാട്ടിൽ സജീവമാകുമ്പോഴാണ് ഇതിൽ വിദഗ്ധനായ സുരേഷിനെ പാറശാല പോലീസ് അറസ്റ്റ് ചെയ്തത്. പരശുവയ്ക്കലിന് സമീപം ദമ്പതിമാരുടെ ബാഗ് തട്ടിപ്പറിക്കുന്നതിനിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി YR റസ്റ്റം, പാറശാല CI സുരേഷ് കുമാർ, SI D ബിജുകുമാർ തുടങ്ങിയവരുടെ സംഘമാണ് സുരേഷിനെ അറസ്റ്റ് ചെയ്തത്. രാത്രി മോട്ടോർ സൈക്കിളിൽ വരുന്ന ദമ്പതിമാരുടെ പക്കൽ നിന്നും ബാഗ് പിടിച്ചുപറിച്ച് തള്ളിയിട്ട് മോഷണം നടത്തുന്ന രീതിയാണ് സുരേഷ് അവലംബിച്ചിരുന്നത്. മോട്ടോർ സൈക്കിളിന്റെ മുന്നിലും പിന്നിലും വ്യത്യസ്ത നമ്പറാണ് പ്രതി ഉപയോഗിക്കുന്നത്. പാറശാല, മാർത്താണ്ഡം, കളീക്കാവിള, കാട്ടാക്കട, ബാലരാമപുരം, കരമന, പൊഴിയൂർ, വെള്ളട തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ 50ലധികം കേസുകൾ നിലവിലുണ്ട്. പേയാട് പ്രശാന്തി ഭവനിൽ പ്രശാന്ത്, പരശുവയ്ക്കൽ കുണ്ടുവിള കടയവിള വീട്ടിൽ ഷിജിൻ, കുണ്ടുവിള വീട്ടിൽ ബിനു, പേയാട് മേലേത്തെരുവ് രാരീരം വീട്ടിൽ രാജു, കുന്നത്തുകാൽ, മണിവിള, ധനുപിച്ചപുരം, അമരവിള, CSI പള്ളി, ചെങ്കവിള തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ബാഗ് തട്ടിപ്പറിച്ചതായി പോലീസ് പറയുന്നു. ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതിയുടെ പേര് സുരേഷ് അഥവാ ജിം സുരേഷ് എന്നാണ്. അയാൾ തമിഴ്നാട്ടിൽ കളീക്കാവിള സ്വദേശിയാണ്. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഹൈവേകളിൽ അയാൾ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് റോബറി നടത്തുകയാണ് അയാളുടെ പതിവ്. ഭാര്യയും ഭർത്താവുമായി പോകുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുമായി പോകുമ്പോൾ ആ ഫാമിലിയുടെ പിറക്കെ അയാളുടെ അതിവേഗതയിലുള്ള 250 cc ഉള്ള മോട്ടോർ സൈക്കിൾ അതിവേഗതയിൽ കൂടെ വരികയും അടുത്ത് വന്നിട്ട് സ്ത്രീയുടെ കൈവശമുള്ള ബാഗ് പിടിച്ചു പറിക്കുകയും ചെയ്യുകയാണ് അയാളുടെ രീതി. ഇനി അഥവാ പിടിച്ചു പറിക്കുമ്പോൾ ആ സ്ത്രീ ബാഗ് കൊടുക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ബാഗിൽ പിടിച്ചിട്ട് അവരെ അപ്പോൾ തന്നെ ചവിട്ടി തള്ളിയിടുകയും ചെയ്യും. ഇങ്ങനെ ധാരാളം പേര് ചവിട്ടി തള്ളിയിട്ട് ബാഗ് മോഷണം കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 12ഉം തമിഴ്നാട്ടിൽ 5ഉമായി 17 കേസുകളോളം ഇപ്പോൾ തന്നെ നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ കേസ് ഉണ്ടാവാനാണ് സാധ്യത. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് വീണ് പരുക്ക് പറ്റിയതിൽ 5 സ്ത്രീകൾക്കും 5 കുട്ടികൾക്കും മാരകമായ പരുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 1 മാസമായി ചികിത്സയിലാണ്. ഒരു കുട്ടി 2 വയസ്സായ ഒരു കുട്ടിയുടെ തല പൊട്ടിയതിനെ സംബന്ധിച്ചും ഇതേ രീതിയിൽ തല പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മോഷ്ടിക്കുന്നത് ഇയാൾ ഒറ്റയ്ക്ക് മാത്രമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ സ്വർണം, ബാഗിൽ നിന്ന് കിട്ടുന്ന സ്വർണം തമിഴ്നാട്ടിലുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളിൽ പണയം വെച്ച് പണം സുഹൃത്തുക്കളുമായി ആസ്വദിക്കുകയും അതിൽ കിട്ടുന്ന പണം എത്രയാണോ ബാഗിൽ നിടുന്ന ആ പണമൊക്കെ തന്നെ അപ്പോൾ തന്നെ അടിച്ചു പൊളിക്കുകയും ചെയ്യും. ഇയാൾ തമിഴ്നാട്ടിലെ ഡിപ്ലോമ സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ തമിഴ്നാട് പോലീസിനും ഇയാളെ നമ്മൾ കൈമാറുകയാണ്. 50 പവനിലധികം സ്വർണവും മൊബൈൽ ഫോണുകളും വാച്ചും ലക്ഷക്കണക്കിന് രൂപയും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമ്പൂരി പന്തപ്ലാമൂട് പാലം കൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഗുണമുണ്ടായി? പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ഓട്ടോറിക്ഷ പോലും പോവാത്ത ഈ പാലം ഉണ്ടാക്കിയതിന് പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കണ്ടുപിടിച്ചാൽ അവർക്കൊരു അവാർഡ് കൊടുക്കണമെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പൊതുജനങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യാനാണ് അമ്പൂരി പന്തപ്ലാമൂടിൽ പാലം നിർമ്മിച്ചത്. എന്നാൽ ഒരു ഓട്ടോറിക്ഷ പോലും പോവാത്ത ഈ പാലം കൊണ്ട് പ്രദേശവാസികൾക്ക് ഒരു ഗുണവുമില്ല. ഉദ്യോഗസ്ഥ ലോബിയുടെ കള്ളക്കളികളാണ് വീതി കുറഞ്ഞ പാലം നിർമ്മാണത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഉൾപ്രദേശത്ത് താമസിക്കുന്നവരുടെ ദയനീയാവസ്ഥ മുന്നിൽ കണ്ടാണ് പാലം നിർമ്മിച്ചതെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ
ഇത് തെറ്റാണെന്നും തമിഴ്നാട് ലോബിയെ സഹായിക്കാനാണെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ ചെറിയ പാലത്തിനപ്പുറം തമിഴ്നാട്ടിൽ നിന്ന് വ്യാപാര ആവശ്യത്തിനായി ഒരു പാതയുണ്ടത്രേ. പന്തപ്ലാമൂട് പാലം വലുതാക്കിയാൽ അതുവഴിയുള്ള വ്യാപാരത്തിൻ്റെ കുത്തക തമിഴ്നാടിന് നഷ്ടമാകുമെന്നും ഇത് മുന്നിൽ കണ്ടാണ് ഉദ്യോഗസ്ഥർ പാലം ചെറുതാക്കിയതെന്നുമാണ് ആക്ഷേപം. വണ്ടികൾക്ക് പോകാൻ ഒരു ഓട്ടോറിക്ഷ കഷ്ടിച്ച് പോകത്തേ ഉള്ളൂ. അത് ഹാൻഡിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം ഒന്ന് തെറ്റുവാണെങ്കിൽ സൈഡ് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം 4.5 അടി വണ്ടി ഉണ്ടെങ്കിലും ഇതിപ്പോൾ 4 അടി കഷ്ടിച്ചുള്ളെന്ന് തോന്നുന്നു. 4 അടി 4.5 കിട്ടാൻ 4.45 കിട്ടി നമുക്ക് പോകാൻ വീതി 4.45 കിട്ടണം. കാരണം വണ്ടി 4.5 ഉണ്ടല്ലോ. അങ്ങനെയാണ്. വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് പോകാനൊക്കെ ഭയങ്കര നടക്കാൻ പറ്റാത്ത ആൾക്കാർ ഭയങ്കര പേടിച്ചാണ് ഈ വണ്ടി അക്കരെ കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് ഒരു ഇതാണ്. ഹാൻഡിൽ അങ്ങോട്ട് പറ്റാത്ത രീതിയിൽ. കാരണം വയസ്സുന്ന ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ എങ്ങനെയെങ്കിലും അക്കരെ ആക്കണം. നടക്കാൻ കുറച്ച് ദൂരമാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ. അങ്ങനെ എങ്ങനെയെങ്കിലും അക്കരെ ആക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളൊരു ജീവ മരണ പോരാട്ടം പോലെയാണ് അക്കരെ എത്തുന്നത്. ഫോറസ്റ്റുകാരുടെ അവരുടെ ഇത് അങ്ങനെ സംഭവിച്ചത് നമുക്കൊരു തടസ്സമായതുകൊണ്ടാണ്. ഉണ്ട് വലിയ 6 വലിയ റോഡുണ്ട്. പക്ഷെ അവർ ഫോറസ്റ്റുകാർ ഇത് അവരുടെ തടസ്സം കൊണ്ട് തന്നെയാണ് ഇത് റോഡായിട്ട് ചെയ്യാൻ പറ്റാതെ ഞാനായിപ്പോയത്. ബുദ്ധിമുട്ട് യാത്രാ ക്ലേശം തന്നെയാണിത്. ഞങ്ങൾക്കിപ്പോൾ ഇതിലേക്കൂടെ ഒരു ഓട്ടോ ഒന്നും പോകാൻ പറ്റത്തില്ല. ഒരു ബൈക്ക് ഇങ്ങനെ കടന്നു പോയ ഒരാൾക്ക് നടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിൽ. ശരിക്കും അവിടെ നിന്ന് ഒരാൾ വന്നാലും ഒരു ബൈക്കിൽ നിന്ന് ഇവിടെ നിന്ന് അവർ കടന്നു പോയാൽ മാത്രമേ ഞാൻ യാത്ര ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രാത്രിയൊക്കെ ആകുമ്പം വളരെ ബുദ്ധിമുട്ടാണ് നടന്നു പോകത്തൊക്കെ ഇതിൽ. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പോകാൻ പറ്റത്തില്ല. ഒരു ഓട്ടോ പോയാൽ ആളിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വാഹനം ഒരു ആദിവാസികൾക്ക് തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും അവരെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. അത് ഫോറസ്റ്റുകാർ തന്നെയാണ് ഇവിടെ വലിയ പാലം വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാലം ഇവിടെ ഉള്ള ഫോറസ്റ്റുകാർക്ക് ഒരു പ്രശ്നമില്ല. കേരളത്തിൽ കയറുന്നതിന് ഒന്നും ഫോറസ്റ്റുകാർക്ക് ഒരു പ്രശ്നവുമില്ല. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്നതിന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. പാലം വീതി കൂട്ടി കിട്ടിയാൽ ഇവിടെയുള്ള ആദിവാസികളെ ഒരു വണ്ടി പിടിച്ചാൽ തന്നെ മേലോട്ട് റോഡുണ്ട്. അതിലേക്ക് ഇറങ്ങി കൊണ്ടുപോകേണ്ട കിലോമീറ്റർ ഇറങ്ങി വരണം ആർഗണി വഴി. മറ്റേ ഇതിലെ ആകുമ്പം വീതി കൂടിയ പാലം ഉണ്ടെങ്കിൽ ഇതേ വളരെ എളുപ്പമാണ്. നിലവിലെ സാഹചര്യത്തിൽ അക്കരെ നിന്ന് അസുഖം ബാധിച്ച ഒരാളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയാണുള്ളത്. ചുരുക്കത്തിൽ കാൽനടയാത്രയ്ക്ക് മാത്രമായി പാലം ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്.